പടത്തിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നറൂട്ടോ കുട്ടപ്പന്റെ പ്രാക്ടീസ് കാണിക്കുന്നു. ആ ഒരു ഇടം അത് മുഴുവൻ ഇപ്പോ തകർന്ന് തരിപ്പണായിട്ട് കിടക്കുകയാണ്. അപ്പൊ അതേസമയം ലോങ് ഷോട്ടില് ഇപ്പൊ സായയും സാക്കുറയും കാണിക്കും. സായി ടെൻഷനായിട്ട് ഇപ്പൊ സാക്കുറയോട് ചോദിക്കും, അവൻ ഇത്രയും മണിക്കൂറായിട്ടും റെസ്റ്റ് എടുത്തിട്ടേ ഇല്ലേ? അതിന് അവള് പറയും, ഇല്ല, കാരണം 24 മണിക്കൂറിനുള്ളില് അവൻ എങ്ങനെയെങ്കിലും ഒരുപാട് കഷ്ടപ്പെട്ടിട്ടെങ്കിലും ഒരു ജിപ്സു അത് ക്രിയേറ്റ് ചെയ്യണം. എങ്കിലും മാത്രമേ അവന് കാക്കാഷി ടീമിന് ബാക്കപ്പ് ആയിട്ട് പോകാൻ കഴിയൂ. അതുകൊണ്ടാണ് നമ്മുടെ കുട്ടപ്പൻ അവൻ ഇതുവരെ അല്പം പോലും റെസ്റ്റ് ചെയ്യാതെ അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്. ഈ ഗ്രാമം തന്നെ ഇപ്പൊ കുട്ടപ്പനിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അവൻ ഈ ഒരു ജിപ്സു അത് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു പ്രതീക്ഷയുണ്ട്. പിന്നെ അക്കാസ്കി അല്ല ആര് വന്നാലും നമ്മുടെ വില്ലേജിന് യാതൊരു കോട്ടവും തട്ടില്ല. അതുകൊണ്ട് നമ്മുടെ വില്ലേജിന് വേണ്ടിയാണ് അവൻ ഇത്രയും കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നത്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ചെറുക്കൻ അവൻ ഹാപ്പി ആയിട്ട് ഇപ്പൊ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുകയാണ്. കുട്ടപ്പൻ ഒരുപാട് ഹാപ്പി ആയിട്ട് ഇപ്പൊ തുള്ളിച്ചാടും. അങ്ങനെ ഒരു കണക്കിന് ഈ ഒരു ട്രെയിനിങ് അത് ഏകദേശം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. തീർച്ചയായിട്ടും ഇത്തവണ സാസുകയെ ഞാൻ തിരികെ പിടിക്കും. അത് കേൾക്കുമ്പോ ഇപ്പൊ യാമുട്ടോ സെൻസായി ആവട്ടെ കുട്ടപ്പന്റെ അടുത്തേക്ക് വരും. നീ പറഞ്ഞത് ശരിയാണ്, പക്ഷെ സാസുകയുടെ ഫയർ ജിപ്സു അത് വളരെ ഡേഞ്ചർ ആണ്. അതുകൊണ്ട് തന്നെ നീ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. എന്തായാലും നീ ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി. അതുകൊണ്ട് തന്നെ നിന്നിൽ എല്ലാവർക്കും ഇപ്പൊ ഒരുപാട് പ്രതീക്ഷയുണ്ട്. മാസ്റ്റർ പറയും 5 ഗ്രേറ്റ് എലമെന്റിനും ഓരോ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വേണം നീ ഫൈറ്റ് ചെയ്യാൻ. കുട്ടപ്പനാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. മാസ്റ്റർ എന്താ പറയണേന്ന് ഇപ്പൊ കുട്ടപ്പൻ ചോദിക്കുമ്പോ അതിന് യാമുട്ടോ പറയും, ഫയർ, വാട്ടർ, എർത്ത്, ലൈറ്റ്നിങ്, ഈ എലമെന്റുകൾക്ക് എല്ലാത്തിനും ഓരോ അഡ്വാൻറ്റേജും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. അപ്പൊ യാമുട്ടോ മാസ്റ്റർ കുട്ടപ്പന് കൂടുതൽ മനസ്സിലാകാനായിട്ട് ഒരു പേപ്പറിൽ അവന് വരച്ച് കാണിക്കാൻ തുടങ്ങും. ആക്ച്വലി ഫയർ നേച്ചർ അത് വിൻഡ് നേച്ചറിന്റെ പവർ അത് കൂട്ടും. പക്ഷെ അത് വാട്ടറിലേക്ക് വരികയാണെങ്കിൽ വാട്ടർ എലമെന്റില് ഫയർ ജിപ്സു അത് വീക്കാവും. ഓരോ എലമെന്റും മറ്റൊന്നിന് പോസിറ്റീവും വേറൊന്നിന് നെഗറ്റീവ് ആയിരിക്കും. അതിന് കുട്ടപ്പൻ ചോദിക്കും, അതിനിപ്പോ എന്താ കുഴപ്പം? അതിന് ഞാൻ എന്തിനാ പേടിക്കുന്നേ ചോദിക്കുമ്പോ ഇവൻ ഇങ്ങനെ ഒരു മണ്ടനാണല്ലോ എന്ന് പറഞ്ഞ് യാമുട്ടോ തലയ്ക്ക് കൈ കൊടുക്കും. മാസ്റ്റർ പറയും, ആക്ച്വലി നിന്റെ നേച്ചർ അത് വിൻഡ് പവറാണ്, സാസുകയുടേത് ഫയർ എലമെന്റും. അതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും ഏറ്റുമുട്ടുമ്പോ വിൻഡ് സ്റ്റൈൽ കൊണ്ട് ആ ഒരു തീ അത് നശിപ്പിക്കാൻ കഴിയില്ല. മറിച്ച് വാട്ടർ നേച്ചർ കൊണ്ട് മാത്രമേ അവന്റെ തീയെ അതിനെ നശിപ്പിക്കാൻ പറ്റൂ. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല, എന്റെ ഫയർ ജിപ്സു, അതുകൊണ്ട് തന്നെ ആ ഒരു തീ അത് ഞാൻ അണയ്ക്കുന്നു പറയുമ്പോ യാമുട്ടോ പറയും, ഈ പ്രാക്ടിക്കലായിട്ട് ഒന്നുകൂടെ ചിന്തിക്ക്. തീ കത്തുന്ന സമയത്ത് നിന്റെ വിൻഡ് ജിപ്സ് ഉപയോഗിച്ച് അവിടേക്ക് കാറ്റടിപ്പിച്ചാല് ആ ഒരു തീയുടെ പവർ കൂടി അതിൽ നീ തന്നെ കത്തിക്കരിഞ്ഞു പോവും. പക്ഷെ നീ ലക്കിയാണ്, കാരണം നിനക്ക് എർത്തിനെ ചേഞ്ച് ചെയ്യാൻ കഴിയും. മാത്രമല്ല നീയും സാസുകയും രണ്ടുപേരും വളരെ നല്ല മാച്ചാണ്. നിങ്ങൾ രണ്ടുപേരും കോമ്പിനേഷൻ അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും എളുപ്പത്തിൽ തോൽപ്പിക്കാൻ കഴിയും. അത് കേൾക്കുമ്പോ ഇപ്പൊ നമ്മുടെ കുട്ടപ്പന് ഒരുപാട് സന്തോഷാവും. കട്ട് ചെയ്താ അവിടേക്ക് ഇപ്പൊ സായും സാക്കുറയും ഒരുപാട് സന്തോഷത്തോടു കൂടെ ഓടി വരും. കുട്ടപ്പ പ്രാക്ടീസ് ഒക്കെ തീർന്നില്ലേ, ഇപ്പൊ നീ സെറ്റ് ആയില്ലേന്ന് ചോദിക്കുമ്പോ അതിന് കുട്ടപ്പനാവട്ടെ അവന്റെ 32 പല്ലും കാണിച്ച് ഇളിച്ചങ്ങനെ നിൽക്കും. അതിന് യാമുട്ടോ പറയും, അവസാനമായിട്ട് ഒരു തവണ കൂടെ നറൂട്ടോയെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം, എന്നിട്ട് മാത്രമേ ഹൊക്കാഗെയുടെ മുൻപിലേക്ക് ഇവനെ കൊണ്ടുപോകാൻ കഴിയൂ. കട്ട് ചെയ്ത ആ കാഗസു വില്ലൻ അവനൊരു പോർല് പോലും ഏൽക്കാതെ പാറ പോലെ ഉറച്ചു നിൽക്കുകയാണ്. ഷിക്കമരുവിന് മനസ്സിലാവും അവന്റെ ഉള്ളില് മറ്റെന്തോ ഒരു പവർ ഉണ്ട്. അതുപയോഗിച്ചാണ് അവനിപ്പോ ഒരു സ്റ്റോൺ ആയിട്ട് നിൽക്കുന്നത്. അതെങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണമെന്ന് ഷിക്കമരു ഇപ്പൊ ചോച്ചിയോട് പറയും. അതിന് കാഗസു പറയും, നീ ഇപ്പൊ തന്നെ ഇവിടുന്ന് ഓടിക്കോ, നിനക്കെന്റെ രോമത്തിൽ പോലും ഇനി തൊടാൻ കഴിയില്ല. ഷിക്കമൊരു ടെൻഷനായിട്ട് ഇവനെ ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യാൻ കഴിയില്ല, പിന്നെങ്ങനെ ഇവനെ കീഴ്പ്പെടുത്തുന്ന ആലോചിക്കുമ്പോ അതിന് ഹീഡൻ അവൻ കാഗസുവിനോട് വിളിച്ചു പറയും, നിന്റെ പവർ ഉപയോഗിച്ച് ഈ ഷാഡോ ക്ലൗൺ അത് തകർത്തുകളാ, എങ്കിലും മാത്രമേ ഞാനും റിലീസ് ആവൂ. അത് കേട്ടുടനെ ഇപ്പൊ കാഗസു അവൻ ഹായ് ആയിട്ട് ആ ഒരു ഷാഡോ ക്ലൗൺ അത് തകർക്കാൻ റെഡിയാവും. പക്ഷെ അപ്പോഴേക്കും കാക്കാഷി ആവട്ടെ ചിത്തോരി പവർ ഉപയോഗിച്ചുകൊണ്ട് കാഗസു അങ്ങനെ തന്നെ ഇപ്പൊ ഇലക്ട്രിക് പവർ കൊടുത്ത് നശിപ്പിച്ച് താഴെയിടും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ഈനോ ആവട്ടെ അവളൊരു മരത്തിന്റെ പുറകില് അങ്ങനെ പതുങ്ങി നിൽക്കുകയാണ്. ഷിക്കമരുവിന് ഒന്നും മനസ്സിലാവില്ല, കാക്കാഷി ഇതെങ്ങനെ അവന്റെ അടുത്തേക്ക് എത്തി. അതിന് കാക്കാഷി അവൻ വില്ലനോട് പറയും, നീ ഓൾറെഡി എർത്ത് ജിപ്സ് യൂസ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലായി, അതുകൊണ്ടാണ് എന്റെ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ചുകൊണ്ട് നിന്നെ ഞാൻ അടിച്ച് തകർത്തതെന്ന് ഇപ്പൊ വില്ലനോട് പറയും. കാഗസു അത് കേട്ട് ഫ്രീസ് ആയിട്ട് ഇപ്പൊ അവനോട് ചോദിക്കും, അപ്പൊ നീയാണോ ആ ഒരു ശരീരം കണ്ണുള്ള കാക്കാഷി മാസ്റ്റർ? ഈനോ ആണെങ്കിൽ അത് കണ്ട് ഭയങ്കര ഹാപ്പി. അവളിപ്പോ സന്തോഷം കൊണ്ട് ആ മരത്തിന്റെ മേലെയൊക്കെ ഇപ്പൊ വലിഞ്ഞു കയറാൻ തുടങ്ങും. അപ്പൊ ഷിക്കമരുവിന്റെ ലിമിറ്റ് കഴിഞ്ഞിട്ട്
അവൻ വിളിച്ചു പോവും. അവന്റെ കൺട്രോൾ പോയി ഇപ്പൊ കാക്കാഷി നോക്കി നിലവിളിക്കും. ആ ഒരു വില്ലൻ ഹീഡൻ അവനെയും കൂടെ എങ്ങനെയെങ്കിലും തല്ലിക്കൊല്ലാൻ പറഞ്ഞ് അവൻ അലറിക്കരയാണ്. എന്റെ ലിമിറ്റ് കഴിഞ്ഞു, ഇനി എന്നെ കൊണ്ട് ഒന്നും കഴിയില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ ഷിക്കമരു ആവട്ടെ അവൻ അവശനായി ഇപ്പൊ തളർന്നു നിൽക്കുകയാണ്. അപ്പൊ കാക്കാഷിക്ക് മനസ്സിലാവും ഷിക്കമരുവിന്റെ പവർ അത് ഏകദേശം തീർന്നു എന്ന്. കാക്കാഷി ലൈറ്റ്നിങ് പവർ എടുത്ത് ഇപ്പൊ ഹീഡന്റെ നേർക്ക് പതിയെ നടന്നെടുക്കും. അടുത്തത് നീയാണെന്ന് പറഞ്ഞ് കാക്കാഷി കൈ വീശും. പക്ഷെ അപ്പോഴേക്കും കാഗസു ചാടി എഴുന്നേറ്റ് ഇപ്പൊ സാസുകയെ തന്നെ അടിച്ചു തെറിപ്പിക്കുകയാണ്. ആ അടിയില് ഇപ്പൊ കാക്കാഷി കറങ്ങി അടിച്ചു വീഴും. കാക്കാഷി വണ്ടടിച്ച് ഇതെങ്ങനെ സംഭവിച്ചു, അവന്റെ കറക്റ്റ് സ്പോട്ടിൽ തന്നെയാണ് ഞാൻ ലൈറ്റ്നിങ് പവർ വെച്ച് അടിച്ചത്, എന്നിട്ടും അവനൊരു പോറൽ പോലും പറ്റിയിട്ടില്ല. അതിന് കാഗസു അവൻ അലറിക്കാറി അവന്റെ ഡ്രസ്സ് അത് വലിച്ചെറിയും. അപ്പൊ വില്ലന്റെ ബോഡിയില് ഇപ്പൊ 4 മാസ്ക് കാണും. അതിലൊരു മാസ്ക് മാത്രം തകർന്നിരിക്കുന്നതായിട്ട് എല്ലാവരും കാണും. അവൻ എന്തോ ഒരു ജിപ്സ് ഉപയോഗിക്കുമ്പോ ആ 4 മാസ്കും അത് ഷെയ്ക്ക് ആവാൻ തുടങ്ങും. മാത്രമല്ല അവന്റെ ബോഡി മുഴുവൻ ഇപ്പൊ ഒരുപാട് സ്റ്റിച്ചുകളും കാക്കാഷി കാണും. ഇവിടെ ഷിക്കമരുവിന്റെ ഷാഡോ ക്ലൗണ് അത് പതിയെ പതിയെ ഇപ്പൊ ബ്രേക്ക് ആവാൻ തുടങ്ങും. അത് കണ്ട ഹീഡൻ ചിരിക്കും. അതിന് ചോദിക്കും ഇവിടെ എന്താ നടക്കണേ. അവനെ അടിച്ചു കൊന്നിട്ടും അവൻ ഒരു കൂസലും ഇല്ലാതെ ഇപ്പൊ തിരിച്ചു വന്നിരിക്കുകയാണ്. ഷിക്കമരു വണ്ടടിച്ച് എനിക്ക് ഒന്നും മനസ്സിലാവുന്നില്ല, അവർ ഓരോ തവണയും നമ്മളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ഹീഡന്റെ ബോഡിയിലുണ്ടായിരുന്ന ആ ഒരു മാസ്കുകള് അത് മോൺസ്റ്റേഴ്സ് ആയിട്ട് ഒന്നൊന്നായിട്ട് പുറത്തേക്ക് വരും. ഇവിടെ ഈനോ ആവട്ടെ അത് കണ്ട് പേടിച്ചു വരച്ച് അവിടെ തന്നെ പതുങ്ങി നിൽക്കും. ഇവിടെ ചോച്ചിയാണെങ്കില് ഇപ്പൊ കൈ ചുരുട്ടി അടിക്കാനായിട്ട് ചാടി നിൽക്കും. അപ്പൊ തകർന്നു പോയ ആ ഒരു മാസ്കുള്ള മോൺസ്റ്റർ അത് പതിയെ ഉരുകി അലുത്ത് അവിടെ ഇല്ലാതായി തീരും. അപ്പൊ അതേ സമയത്ത് ഇപ്പൊ ഷിക്കമരുവിന്റെ ഷാഡോ ക്ലൗൺ അത് മുഴുവനായിട്ടും ബ്രേക്കായി ഹീഡൻ അവൻ റിലീസായി ഇപ്പൊ മുൻപോട്ട് നടന്നു വരും. കാഗസു അവനോട് പറയും ഇതിൽ നീ ഇടപെടണ്ട, ഇവരുടെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. അതിനാ ഹീഡൻ പറയും വേണ്ട, ഇവരെ എല്ലാവരെയും നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് അടിച്ചു കൊന്നുകളയാം. ഹീഡൻ ഉടനെ ഇപ്പൊ കാക്കാഷിക്ക് നേരെ ചീറിപ്പാഞ്ഞു വന്ന് അവനുമായിട്ട് ഫൈറ്റ് ഇടാൻ തുടങ്ങും. അവര് വിൻ സ്റ്റൈൽ ഉപയോഗിച്ച് ഇപ്പൊ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആഞ്ഞടിച്ചു കൊണ്ടേയിരിക്കും. ഈനോ ആണെങ്കില് ഇപ്പൊ ശക്തിയായിട്ട് കാറ്റടിക്കുമ്പോ അവൾ പറന്നു പോവാതിരിക്കാനായി മരത്തെ കെട്ടിപ്പിടിച്ചു നിൽക്കും. ഇവിടെ കാഗസുവിന്റെ ഒരു മോൺസ്റ്ററിന്റെ ബോഡിയിൽ നിന്ന് ഇപ്പൊ ചിത്തോരി പവർ അത് റിലീസ് ആവാൻ തുടങ്ങും. അപ്പൊ ഈനോയ്ക്ക് മനസ്സിലാവും അത് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ടീമിലുള്ള ആരുടെയെങ്കിലും ബോഡിയിൽ ടച്ച് ചെയ്താ തീർച്ചയായിട്ടും അവരുടെ കാര്യത്തിൽ തീരുമാനാവും. അവളത് തടയാനായിട്ട് ഇപ്പൊ ഓടാൻ തുടങ്ങും. അപ്പൊ ഷിക്കമരു ആവട്ടെ ഒരു സ്ക്രോള് പുറത്തെടുത്ത് അത് അങ്ങനെ വിരിച്ചു പിടിക്കും. പക്ഷെ അപ്പോഴേക്കും ഇപ്പൊ കാക്കാഷി ആവട്ടെ ആ ഒരു ലൈറ്റ്നിങ് പവർ അത് കംപ്ലീറ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. കാക്കാഷിയുടെ കൈ കത്തിപ്പോവും. പക്ഷെ എന്നാലും വിട്ടുകൊടുക്കാതെ വീണ്ടും അത് അബ്സോർബ് ചെയ്യും. ഇവിടെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ ടെൻഷൻ ആയിക്കൊണ്ടേയിരിക്കും. കാരണം അവര് വിൻഡ് ജിപ്സു, എർത്ത് ജിപ്സു, ഇപ്പൊ ലൈറ്റ്നിങ് ജിപ്സു, അങ്ങനെ ഡിഫറെന്റ് നേച്ചറിലുള്ള ജിപ്സുകളെല്ലാം തന്നെ അവര് വളരെ സിമ്പിൾ ആയിട്ടാണ് ഇപ്പൊ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ആൾക്കാർ പേടിക്കുന്ന കാണുമ്പോ ഇപ്പൊ ഹീഡൻ ആവട്ടെ അവൻ ഹായ് ആയിട്ട് ചിരിക്കും. അപ്പൊ അതേ സമയത്ത് കാഗസു അവൻ ഫയർ സ്റ്റൈൽ ജിപ്സ് ഉപയോഗിച്ച് അവിടെ മുഴുവൻ പൊട്ടിത്തെറിപ്പിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.